ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട് മന്ത്രിമാർ. ബേബി ഡാമിന് താഴെ 3 മരങ്ങൾ വെട്ടിയാലേ ബലപ്പെടുത്തൽ നടക്കൂ. പിണറായി സർക്കാരിന്റെ കാലത്ത് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി ദുരൈമുരുകൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ 4 മന്ത്രിമാരും 4 എംഎൽഎമാരും അടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എപ്പോഴായിരുന്നു മന്ത്രിമാർ മുല്ലപ്പെരിയാറിലെത്തിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്? ഇന്ന് രാവിലെ 11:30യോടെയാണ് മന്ത്രിമാരുടെ സംഘം മുല്ലപ്പെരിയാറിലെത്തിയത്. നിലവിൽ അണക്കെട്ടിലെ സന്ദർശന ശേഷം തിരികെ ഉദയക്കടിയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തണമെന്ന അതിനായി നിലവിൽ ബേബി ഡാം ബലപ്പെടുത്തേണ്ടതുണ്ട്. ബേബി ഡാം ബലപ്പെടുത്തണമെങ്കിൽ കേരളത്തിന്റെ അനുമതി വേണം. ഇതിന് കേരളം അനുവദിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊരു 3 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. HD ഒപ്പം തമിഴ്നാട് നിലവിൽ റൂൾ കർവ് പ്രകാരമുള്ള ജലനിരപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട് നിലവിൽ മുല്ലപ്പെരിയാറിൽ വെള്ളം തുറന്നുവിട്ടത് സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ ബഹളം ഉയർത്തിയിരുന്നു. 5 ജില്ലകളിൽ ഒരു സമര സാഹചര്യത്തിലേക്ക് അവർ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിന് റൂൾ കർവ് മൂലമാണ് അവർ സമരരംഗത്തേക്ക് വരുന്നത് എന്നതാണ് മന്ത്രിമാർ നൽകുന്ന വിവരം. ഒപ്പം നവംബർ 10 വരെ നിലവിൽ റൂൾ കർവ് പ്രകാരമുള്ള ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്തുമെന്നും മന്ത്രിമാർ അറിയിക്കുന്നു. അശ്വതി, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.